ഹലോ മക്കളെ, എല്ലാവർക്കും വിങ്സ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് +1 മാത്സിലെ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ളത് നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ നന്നായിട്ട് ചാപ്റ്റർ പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ ഈ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യാ, ആൻസർ ചെയ്ത് പഠിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Okay, first question എന്താണ്? How many 3-digit numbers can be formed by using the digit 1, 2, 3, 4, 5, 6 with repetition not allowed? അതായത് നമുക്കറിയാം പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ എന്ന് വെച്ചാൽ എന്താണ്? അറേഞ്ച്മെന്റും അതേപോലെ സെലക്ഷനും. പെർമ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ എന്താണ്? അറേഞ്ച്മെന്റ്, അതേപോലെ സെലക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? കോമ്പിനേഷൻ അല്ലെ. അതായത് ഒരു നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഏതെല്ലാം രീതിയിൽ അറേഞ്ച് ചെയ്താൽ ഇത്ര നമ്പേഴ്സ് 3-digit നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ 4-digit നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും എന്നതൊക്കെ കണ്ടുപിടിക്കാനാണ് നമ്മൾ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ യൂസ് ചെയ്യുന്നത്. ഇവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞേക്കുന്നത്? ഹൗ മെനി 3-digit നമ്പേഴ്സ് ക്യാൻ ബി formed by using the digit 1, 2, 3, 4, 5, 6 with repetition not allowed. അതായത് 1 മുതൽ 6 വരെയുള്ള നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ടും എത്ര 3-digit നമ്പേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്താണ് ഒരു കണ്ടീഷൻ പറഞ്ഞേക്കണത്? വിത്ത് റിപ്പീറ്റേഷൻ നോട്ട് അലൗഡ്. അതായത് റിപ്പീറ്റേഷൻ ഇല്ലാതെ 3-digit നമ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യണം? ഉണ്ടാക്കണം. അതിന് ഏത് നമ്പേഴ്സ് ഒക്കെ ഉപയോഗിക്കണം? 1 മുതൽ 6 വരെയുള്ള നമ്പേഴ്സുകളെ ഉപയോഗിച്ചുകൊണ്ടും 3-digit നമ്പേഴ്സ് റിപ്പീറ്റേഷൻ ഇല്ലാത്ത കണ്ടീഷൻ വെച്ചിട്ട് എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതെങ്ങനെയാ നമ്മൾ ചെയ്യാം? ഓക്കെ, 3-digit നമ്പേഴ്സ് ആണ് ഉണ്ടാക്കേണ്ടത് അല്ലെ. ഏതൊക്കെ നമ്പേഴ്സ് ഉപയോഗിക്കണം? One, 2, 3, 4, 5, 6 ഈ നമ്പറുകൾ 1 മുതൽ 6 വരെയുള്ള നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ടും 3-digit നമ്പർ ഉണ്ടാക്കണം. 3-digit നമ്പർ എന്ന് പറയുമ്പോൾ 3 ഡിജിറ്റുകളെ ഉണ്ടാവാൻ പാടുള്ളൂ. ആ 3 ഡിജിറ്റുകളെ കാണിക്കാൻ ഞാൻ എന്ത് ചെയ്തു? ഇങ്ങനെ 3 ബോക്സ് വരച്ചു. ഓക്കെ, ഫസ്റ്റ് ഡിജിറ്റ്, സെക്കൻഡ് ഡിജിറ്റ്, തേർഡ് ഡിജിറ്റ്, അതാണ് അവിടെ ഫിൽ ചെയ്യാൻ പോണത്. അങ്ങനെയാണെങ്കിൽ റിപ്പീറ്റേഷൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അതായത് എക്സാമ്പിൾ 1, 2, 3, അതായത് 123 അങ്ങനത്തെ നമ്പർ. ഇതിലെന്താണ്? റിപ്പീറ്റേഷൻ ഇല്ല. ഒരു പ്രാവശ്യമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നീട് അടുത്ത പ്ലേസിലോട്ടൊന്നും എന്ത് യൂസ് ചെയ്തിട്ടില്ല? 1 എന്ന് പറയുന്ന നമ്പർ യൂസ് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ 2 എന്ന് പറയുന്നത് സെക്കൻഡ് പൊസിഷനിലോട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ? യൂസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി 2 പൊസിഷനിലോട്ടും എന്ത് ചെയ്തിട്ടില്ല? 2 എന്ന് പറയുന്ന നമ്പർ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അതായത് ഒരു നമ്പറിനെ ഒരു പ്രാവശ്യം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് 3, 324 ഇതേപോലെയുള്ള നമ്പേഴ്സ് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂല. റിപ്പീറ്റേഷൻ വരാത്ത 3-digit നമ്പേഴ്സ് എത്ര എണ്ണം ഉണ്ടാക്കണം, എത്ര എണ്ണം മാക്സിമം ഈ നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ പൊസിഷൻ, നമ്പറിന്റെ ഫസ്റ്റ് പൊസിഷനിലോട്ട് നമുക്ക് ഇവരെ എല്ലാവരെയും യൂസ് ചെയ്യാം അല്ലെ. അതായത് 1 സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ ഉണ്ടാക്കാം, 2 സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ ഉണ്ടാക്കാം, 3 സ്റ്റാർട്ട് ചെയ്യുന്നത്, 4 സ്റ്റാർട്ട് ചെയ്യുന്നത്, 5 സ്റ്റാർട്ട് ചെയ്യുന്നത്, 6 സ്റ്റാർട്ട് ചെയ്യുന്നത്, 6 ഡിജിറ്റ് വെച്ചും സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പേഴ്സ് ഉണ്ടാക്കാം. അതായത് 6 ഡിജിറ്റിനെ നമുക്ക് ഈ നമ്പർ ഈ ഫസ്റ്റത്തെ പൊസിഷനിലോട്ട് 3-digit നമ്പറിന്റെ ഫസ്റ്റ് പൊസിഷനിലോട്ട് എടുക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഇനി സെക്കൻഡ് പൊസിഷനിലോട്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ 1, 2, 3 123 എന്ന് പറയുന്ന ഒരു നമ്പർ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓൾറെഡി നമ്മൾ 1 അവിടെ ഫിക്സഡ് ആക്കി വെച്ചു അല്ലെ. ഫസ്റ്റ് പൊസിഷനിൽ എന്തായാലും 1 എന്ന് പറയുന്ന നമ്പർ അവിടെ ഫിക്സഡ് ആണ്. ഇനി രണ്ടാമത്തെ പൊസിഷനിലോട്ട് ഇനി 1 നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതായത് 1 സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു നമ്പർ ആണെങ്കിൽ 1 ഇവിടെ ഓൾറെഡി ഫിക്സഡ് ആണ്. ഇനി 1 നമുക്ക് റിപ്പീറ്റേഷൻ വേറെ 2 പൊസിഷനും കൂടെ ഫിൽ ചെയ്യാനുണ്ട്. അവിടേക്ക് എന്ത് ചെയ്യാൻ പാടില്ല? 1 എന്ന് പറയുന്ന നമ്പർ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഈ പൊസിഷനിലോട്ട്, രണ്ടാമത്തെ പൊസിഷനിലോട്ട് എത്ര നമ്പേഴ്സിന് വരാനേ ചാൻസ് ഉള്ളൂ? 2 എന്ന് പറയുന്ന നമ്പറിന് വരാം, അല്ലെങ്കിൽ 3 വരാം, അല്ലെങ്കിൽ 4 വരാം, അല്ലെങ്കിൽ 5, അല്ലെങ്കിൽ 6. എത്ര നമ്പേഴ്സ് മാത്രമേ ഇങ്ങോട്ടേക്ക് എടുക്കാൻ പറ്റുള്ളൂ? 1, 2, 3, 4, 5 5 നമ്പേഴ്സിന് മാത്രമേ ഈ പൊസിഷനിലോട്ട് ഫില്ല് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലെ. 1 നമുക്ക് ഇങ്ങോട്ട് എടുക്കാൻ പറ്റുമോ? ഇല്ല. 1 ഇങ്ങോട്ട് വന്നാൽ എന്താവും? ഇവിടെയും 1 വരും, ഇവിടെയും 1 വരും. അപ്പൊ അത് റിപ്പീറ്റേഷൻ ആകും. പക്ഷെ ക്വസ്റ്റ്യനിൽ എന്താ ചെയ്യാനാ പറഞ്ഞേക്കണം? റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ സെക്കൻഡ് പൊസിഷനിലേക്ക് എടുക്കാൻ പറ്റുന്ന, ഇവിടെ ഓൾറെഡി ഒരെണ്ണം ഫിക്സഡ് ആകും. ആ ഫിക്സഡ് ആയതിനെ അവിടെ നിർത്തിയിട്ട് ബാക്കി എത്ര നമ്പേഴ്സേ വരുള്ളൂ? 5 നമ്പേഴ്സേ സെക്കൻഡ് പൊസിഷനിലോട്ട് വരുള്ളൂ. ഓക്കെ ആണല്ലോ. ഇനി തേർഡ് പൊസിഷൻ 3-digit എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ ഡിജിറ്റ് ആയി, സെക്കൻഡ് ഡിജിറ്റ് ആയി. ഇനി തേർഡ് ഡിജിറ്റ് എത്ര നമ്പേഴ്സ് സെലക്ട് ചെയ്യാൻ പറ്റും എന്നാണ് കാണേണ്ടത്. അതായത്
ഈ ഫസ്റ്റ് ഡിജിറ്റില് ഒരു നമ്പർ ഫിക്സഡ് ആയിട്ടുണ്ടാവും, ഈ പ്ലേസിലും ഒരു നമ്പർ ഫിക്സഡ് ആയിട്ടുണ്ടാവും. അപ്പൊ രണ്ട് നമ്പേഴ്സ് നമുക്ക് ഫിക്സഡ് ആയി. ഇനി എത്ര നമ്പറും കൂടെ ഫിക്സഡ് ആവാനുണ്ട്? അപ്പോ 4 നമ്പേഴ്സ് മാത്രമാണ് ഈ പൊസിഷനിലോട്ട് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ അല്ലേ? അതായത് ഫസ്റ്റ് പൊസിഷനിലോട്ട് എടുക്കാവുന്ന നമ്പേഴ്സിന്റെ എണ്ണം 6. അതേപോലെ തന്നെ സെക്കൻഡിലോട്ട് 5 നമ്പേഴ്സ്. റിപ്പീറ്റേഷൻ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അടുത്തതിൽ ഓൾറെഡി ഒരാൾ ഫിക്സഡ് ആയിട്ടുണ്ടാവും, അവരെ മാറ്റി നിർത്തിയിട്ട് ബാക്കി 5 നമ്പർ ഇങ്ങോട്ട് വരും. അത് കഴിഞ്ഞ് ഇവിടെ 2 പേര് അപ്പൊ ഫിക്സഡ് ആകും. അപ്പൊ ടോട്ടൽ 6 നമ്പറാണ്, അതിൽ 2 പേര് എന്തായാലും ഇവിടെ ഫിക്സഡ് ആയിട്ടുണ്ടാവും. അപ്പൊ ബാക്കി എത്ര നമ്പറും കൂടി ഉണ്ടാവുള്ളൂ? 4 നമ്പറും കൂടെ ഉണ്ടാവുള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പൊ 3 ഡിജിറ്റിന്റെ എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എത്ര നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ആണെങ്കിൽ ഇവരെല്ലാരും തമ്മിൽ എന്ത് ചെയ്യാ? മൾട്ടിപ്ലൈ ചെയ്യാ. 6 into 5 into 4 എന്ന് മൾട്ടിപ്ലൈ ചെയ്യാ. അതായത് ഇതിന്റെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ എന്താണോ അത്രയും 3 ഡിജിറ്റ് നമ്പേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും? റിപ്പീറ്റേഷൻ ഇല്ല എന്ന കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അതായത് 5 6 5 123 ഡിജിറ്റ് നമ്പേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് റിപ്പീറ്റേഷൻ ഇല്ല എന്ന കണ്ടീഷൻ യൂസ് ചെയ്തുകൊണ്ടും 1 മുതൽ 6 വരെയുള്ള നമ്പേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ടും എന്ത് ചെയ്യാം? നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 1/8 ഫാക്ടോറിയൽ പ്ലസ് 1/9 ഫാക്ടോറിയൽ ഈക്വൽ ടു എക്സ് ബൈ 10 ഫാക്ടോറിയൽ ഫൈൻഡ് എക്സ്. അതായത് ഇവിടെ ഒരു ഫ്രാക്ഷൻ തമ്മിൽ ആഡ് ചെയ്തപ്പോ മറ്റൊരു ഫ്രാക്ഷൻ കിട്ടിയിട്ടുണ്ട് അല്ലെ? അങ്ങനെയാണെങ്കിൽ അതിലൊരു എക്സ് എന്ന് പറയുന്ന ടേം ഉണ്ട്. ആ എക്സിന്റെ വാല്യൂ എത്രയാണെന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ എന്തായിരുന്നു? 5 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ എന്താണ്? 5 മുതൽ 1 വരെ എന്ത് ചെയ്യാ? മൾട്ടിപ്പിൾ ചെയ്യാ. അതായത് എത്രയാണോ നമുക്ക് നമ്പർ പറഞ്ഞേക്കണത് ആ നമ്പർ മുതൽ ബാക്കിലോട്ട് 1 വരെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ ആണ് എന്തെന്ന് പറയുന്നത്? ഫാക്ടോറിയൽ. അതിന് ആ മൾട്ടിപ്ലിക്കേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സിമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്? ഈ ഫാക്ടോറിയൽ എന്ന് പറയുന്ന സിമ്പിൾ. ഓക്കെ ആണല്ലോ? 5 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ എന്താണ്? 5 മുതൽ ബാക്കിലോട്ട് എത്ര വരെ മൾട്ടിപ്ലൈ ചെയ്യണം? 1 വരെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി ഇതിനെ നമുക്ക് അങ്ങനെയാണെങ്കിൽ 4 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എന്തെന്ന് എഴുതാം? 4 മുതൽ ബാക്കിലോട്ട് 1 വരെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ 5 ഫാക്ടോറിയൽ നമുക്ക് വേറൊരു രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. എന്താണ്? 5 into ഈ 4 into 3 into 2 into 1 ഈ കിടക്കണത് എന്തിന് ഈക്വൽ ആണ്? 4 ഫാക്ടോറിയലിന് ഈക്വൽ അല്ലേ? അപ്പൊ 5 ഫാക്ടോറിയലിനെ നമുക്ക് എന്തെന്ന് എഴുതാം? 5 into 4 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ? അല്ലെങ്കിൽ വേറൊരു രീതിയിൽ എന്തെന്ന് എഴുതാം? 5 into 4 into 3 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഇങ്ങനെയെല്ലാം നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മളോട് എന്തിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ഇവിടെ പറഞ്ഞേക്കണത് അല്ലെ? അതായത് എന്ത് തന്നിട്ടുണ്ട്? 1/8 ഫാക്ടോറിയൽ 1/8 ഫാക്ടോറിയൽ പ്ലസ് 1/9 ഫാക്ടോറിയൽ ഈക്വൽ ടു എക്സ് ബൈ 10 ഫാക്ടോറിയൽ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്നും എന്തിന്റെ വാല്യൂ കാണണം? എക്സിന്റെ വാല്യൂ കാണണം. ഇനി ഇവിടെ നോക്കിയാൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് 5 ഫാക്ടോറിയൽ പല രീതിയിൽ റെപ്രസെന്റ് ചെയ്തതുപോലെ തന്നെ ഇവിടെ 8 ഫാക്ടോറിയൽ എന്നുള്ളതാണ് എല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്നത് അല്ലെ? ഇവിടെ 1/8 ഫാക്ടോറിയൽ ഉണ്ട് പ്ലസ് 1/9 ഫാക്ടോറിയലിനെ ഞാൻ 8 ഫാക്ടോറിയൽ ഇൻറ്റു 1/9 ഫാക്ടോറിയൽ എന്നുള്ളതിനെ ഞാൻ എന്ത് എഴുതി? 9 into 8 ഫാക്ടോറിയൽ എഴുതി. ഓക്കെ ആണല്ലോ? 9 into 8 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ എന്താണ്? 9 ഫാക്ടോറിയൽ തന്നെയാണ്. ഈക്വൽ ടു അതേപോലെ എക്സ് ബൈ 10 ഫാക്ടോറിയലിനെ ഞാൻ എന്തെന്ന് എഴുതി? 10 into 9 into 8 ഫാക്ടോറിയൽ എഴുതി. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തെന്ന് എഴുതാം? 8 ഫാക്ടോറിയലിനെ നമുക്ക് ഈ നോക്കിയ ഡിനോമിനേറ്ററിൽ എല്ലാത്തിലും 8 ഫാക്ടോറിയൽ കോമൺ ആണ്. അതായത് 1/8 ഫാക്ടോറിയൽ നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ആയിട്ട് പുറത്തോട്ട് എടുക്കാം. അപ്പൊ 1/8 ഫാക്ടോറിയൽ ഞാൻ എന്ത് ചെയ്തു? കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. അപ്പൊ ബാക്കി എന്തെന്ന് കിട്ടും? 1/8 ഫാക്ടോറിയൽ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ 1 പ്ലസ് ഇവിടെ എന്തെന്ന് വരും? 1/9 ഈക്വൽ ടു ഇതിൽ എന്തെന്ന് എഴുതാം? 1/8 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് ബൈ 10 into 9 എന്ന് എഴുതാലോ? ഇതിന് ഞാൻ എന്തെന്ന് എഴുതി? 1/8 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് ബൈ 10 into 9 എന്ന് എഴുതി. എന്ന് പറഞ്ഞാലും എക്സ് ബൈ 10 into 9 into 8 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ് അല്ലെ? അപ്പൊ 1 into എക്സ് എന്ന് കിട്ടും. താഴത്തെ ഡിനോമിനേറ്റർ തന്നെയാണ് എന്ത് ഇവിടെ കിടക്കുന്നത്. അപ്പൊ അതിൽ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നോക്കുക, ഇവിടെ 8 ഫാക്ടോറിയൽ 1/8 ഫാക്ടോറിയൽ ഉണ്ട്, ഇവിടെ 1/8 ഫാക്ടോറിയൽ ഉണ്ട്. മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ അതെന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ അല്ലേ? ബാക്കി എന്ത് കിട്ടി? 1 plus 1/9 എന്നാണ് അല്ലെ? ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ
ഈ വണ്ണിനെ നമുക്ക് എന്തെന്ന് എഴുതാം 1/1 എന്ന് എഴുതണോണ്ട് കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം 1/1 + 1/9 എന്നാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഫ്രാക്ഷനുകൾ ആഡ് ചെയ്യാൻ വന്നാല് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 1 × 9 9 + 1 × 1 1 / 9 ഈക്വൽ ടു താഴെ x/10 × 9 എന്തെന്ന് എഴുതാം 90 എന്ന് എഴുതാം. 9 + 1 എന്നുള്ളത് 10/9 ഈക്വൽ ടു x/90 ആയി. ഓക്കെ അല്ലേ? അങ്ങനെയാണ് നോക്കിയേ, ഇത് 10/9 എന്ന് പറയുന്ന ഫ്രാക്ഷനും ഇത് x/90 എന്ന് പറയുന്ന ഫ്രാക്ഷനാണ്. ഇത് രണ്ടും എന്താണ് ഈക്വൽ ഫ്രാക്ഷൻസ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലെ. രണ്ട് ഫ്രാക്ഷനും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ട് ഫ്രാക്ഷൻസ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതായത് 10നെ 90 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും x-നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും ആൻസർ എന്തായിരിക്കും? രണ്ടും ഒരേ വാല്യൂ ആയിരിക്കും എന്നാണ്. അതായത് അപ്പൊ എന്തെന്ന് എഴുതാം 10 × 90 ഈക്വൽ ടു x × 9 എന്ന് വരും. ഓക്കെ അല്ലെ? 10 × 90 നമുക്ക് 10 × 90 നമുക്ക് എന്തെന്ന് എഴുതാം 900 എന്ന് എഴുതാം. അപ്പൊ ഈക്വൽ ടു x9 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഇത് എന്ത് ചെയ്യണം? x-ന്റെ വാല്യൂ കാണണം. ഇത് ഇൻറ്റു ആയിരുന്നു. ഇൻറ്റു 9 ഇങ്ങോട്ട് വരുമ്പോ 900 / 9 ആകും. ഈക്വൽ ടു x എന്നാകും. ഓക്കെ അല്ലേ? ഇതിനി എന്ത് ചെയ്യും? 900നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ് ആൻസർ? 100 കിട്ടും. ഈക്വൽ ടു x എന്ന് വരും. x-ന്റെ വാല്യൂ എത്രയാണ് കിട്ടിയത്? x-ന്റെ വാല്യൂ 100 ആണ് കിട്ടിയത്. ഓക്കെ ആണല്ലോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ NPR ഈക്വൽ ടു NPRന്റെ ഇക്വേഷൻ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. എന്താണ് NPR എന്ന് പറയുന്നത്? പെർമ്യൂട്ടേഷന്റെ ഇക്വേഷൻ ആണ് NPR അല്ലെ. പെർമ്യൂട്ടേഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് NPR എന്ന് പറയുന്നത് വെച്ചിട്ട്. അതായത് റിപ്പീറ്റേഷൻ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് NPR എന്ന് പറയുന്നത്. NPRന്റെ ഇക്വേഷൻ എന്തെന്നായിരുന്നു? NPR ഈക്വൽ ടു N എന്ന് പറയുന്നത് ടോട്ടൽ ഒബ്ജക്റ്റുകളുടെ എണ്ണം, R എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന അറേഞ്ച്മെന്റ്സ് അനുസരിച്ച് R-ന്റെ വാല്യൂ എന്താണെന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ NPR എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ എന്താണ്? NPR ഈക്വൽ ടു NPR ഈക്വൽ ടു എന്തായിരുന്നു? N ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ N - R ഓൾ ഫാക്ടോറിയൽ എന്നാണ് NPRന്റെ ഇക്വേഷൻ. അത് ഇതിലേതാണോ? ഏത് ഓപ്ഷൻ ആണ്? N ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ N - R ഓൾ ഫാക്ടോറിയൽ. N - R ഓൾ ഫാക്ടോറിയൽ ഓപ്ഷൻ ബി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇക്വേഷൻസ് പഠിക്കണം. ഇത് വൺ വേർഡ് പോലെ ചോദിക്കും കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് n if n - 1 p3 ഈക്വൽ ടു n p4 ഈക്വൽ ടു 1:9. അതായത് n - 1 p3 ഈസ് ടു n p4 ഈക്വൽ ടു 1:9 എന്നാണ് തന്നിരിക്കുന്നത്. അതിന് എന്തിന്റെ വാല്യൂ കാണണം? n-ന്റെ വാല്യൂ കാണണം. ഇവിടെ നോക്കി n ഫാക്ടോറിയൽ എന്നതിന്റെ നമുക്ക് ഇക്വേഷൻ അറിയാം. n ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ എന്താണ്? n മുതൽ ബാക്കിലോട്ട് എത്ര വരെ മൾട്ടിപ്ലൈ ചെയ്യണം? 1 വരെ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് n × n - 1 × n - 2 × n - 3 × etc. × 3 × 2 × 1. ഇതാണ് n ഫാക്ടോറിയലിന്റെ ഇക്വേഷൻ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്ക്, അതുപോലെ തന്നെ നമുക്ക് അറിയുന്നതാണ് NPR എന്ന് പറയുന്നത് N ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ N - R ഓൾ ഫാക്ടോറിയൽ എന്നാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് 5p3 നോക്കാം. 5p3 എന്ന് പറയുമ്പോൾ n-ന് പകരം 5ഉം R-ന് പകരം എന്ത് കൊടുക്കണം? 3ഉം കൊടുക്കണം. അതായത് 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 5 - 3 ഓൾ ഫാക്ടോറിയൽ എന്ന് വരും. ഓക്കെ അല്ലേ? അതായത് 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 5 - 3 എന്ന് പറയുമ്പോൾ 2 ഫാക്ടോറിയൽ എന്ന് വരും. ഈ 5 ഫാക്ടോറിയൽ എന്നുള്ളതിനെ ഞാൻ എന്തെന്ന് എഴുതാം? 5 × 4 × 3 × 2 × 1 എന്ന് എഴുതണതിന് പകരം ഞാൻ അതിനെ 2 ഫാക്ടോറിയൽ എന്ന് കൊടുത്തു. ഹോൾ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ വരും. അതായത് എന്തെന്നാവും? ഈ 2 ഫാക്ടോറിയലും 2 ഫാക്ടോറിയലും കട്ട് ചെയ്ത് പോയിട്ട് ആൻസർ എന്തെന്ന് വരും? 5 × 4 × 3 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇത് മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂ എന്താണോ അതാണ് 5p3യുടെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ 5p3 എന്നാണ് അല്ലെ. അതിന്റെ ആൻസർ നമുക്ക് ഇവിടെ 5 × 4 × 3 എന്ന് കിട്ടി. ഇത്രയും സ്റ്റെപ്പ് എഴുതുന്നതിന് പകരം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇത്രയും സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് ഫൈനൽ ആൻസറിലോട്ട് നേരത്തെ എന്ത് ചെയ്യാം? എത്താൻ പറ്റും. അതായത് 5p3 എന്ന് പറയുമ്പോൾ
5 മുതല് 3 നമ്പർ എന്ത് ചെയ്യണം? ബാക്കിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ പറഞ്ഞതല്ലേ ഇവിടെ എഴുതി വെച്ചേക്കണത്. ഓക്കെ, 5p3 എന്നാണെങ്കിൽ 5 മുതല് 3 നമ്പേഴ്സ് ബാക്കിലിട്ട് എന്ത് ചെയ്യാ? മൾട്ടിപ്ലൈ ചെയ്യാ. അതായത് 5 മുതല്, അപ്പൊ 5 into 4 into 3 3 നമ്പറുകള് ബാക്കിലോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. 5 into 4 into 3. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇതേപോലെ തന്നെ 6p2 നമുക്ക് പറയാം. എന്തായിരിക്കും 6p2 എന്ന് പറയുന്നത്? 6p2 ഈ മെത്തേഡില് ഇക്വേഷൻ എഴുതി ഇതേപോലെ ചെയ്യാം. ചെയ്ത് വരുമ്പോ ഫൈനൽ ആൻസർ എന്തായിരിക്കും? ഈ രീതിയിൽ തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ 6p2 എന്ന് വെച്ചാൽ എന്താണ്? 6 മുതല് 2 നമ്പേഴ്സ് എന്ത് ചെയ്യണം? ബാക്കിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 6 മുതൽ, അപ്പൊ 6 into 2 നമ്പർ അല്ലെ? അപ്പൊ ഒരു നമ്പർ 6, അടുത്ത നമ്പർ ഏതായിരിക്കും? അപ്പൊ 5. 6 into 5 ചെയ്താൽ കിട്ടുന്നതായിരിക്കും എന്ത്? 6p2 ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 7p3 എന്നാണെങ്കിൽ അപ്പൊ എന്തായിരിക്കും? 7 മുതൽ 3 നമ്പേഴ്സ് എന്ത് ചെയ്യാ? ബാക്കിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാ. അതായത് 7 into 6 into 5. ഓക്കെ ആണല്ലോ? ഈ മെത്തേഡ്, ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അത് നോക്കാം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് n if n minus 1 p3 is to n p4 equal to 1 is to 9 എന്നാണ് അല്ലെ? അതായത് n minus 1 p3 is to n p4 equal to 1 is to 9 എന്നാണ് നമുക്ക് വന്നേക്കണത്. ഓക്കെ ആണല്ലോ? ഇതിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? n ന്റെ വാല്യൂ കാണാം. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞതായിരുന്നു അല്ലെ? എന്ത് എഴുതാ മതി? NP6 എന്നാണെങ്കിൽ n മുതല് ബാക്കിലോട്ട് 6 നമ്പേഴ്സ്, ഇവിടെ ഏതാണോ തന്നേക്കണത് അത്രയും നമ്പേഴ്സ് ബാക്കിലോട്ട് എന്ത് ചെയ്യാ? മൾട്ടിപ്പിൾ ചെയ്യണം എന്നാണ് നമ്മളിപ്പോ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, n-1 p3 ആണ്. അപ്പൊ n-1 p3 ഈ ഈസ്റ്റു എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ഫ്രാക്ഷൻ ആയിട്ട് എഴുതാം അല്ലെ? റേഷ്യോ മാറ്റുമ്പോ NP4 എന്ന് എഴുതുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. ഈക്വൽ ടു ഈ സൈഡിൽ 1 is to 9 എന്നുള്ളതിന് എന്തെന്ന് എഴുതാം? 1/9 എഴുതാം. ഇനി n-1 p3 എന്നാണെങ്കിൽ അതിന്റെ മീനിങ് എന്താ? n-1 മുതൽ 3 നമ്പറുകൾ ബാക്കിലോട്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പൊ എന്തെന്ന് വരും? n-1 into n-2 into n-3 3 നമ്പറുകൾ ബാക്കിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് എന്തിന് ഈക്വല്? n-1 p3ക്ക് ഈക്വൽ. ഡിവൈഡഡ് ബൈ താഴത്തത് എന്തായിരിക്കണ? np4 എന്നാണ് അല്ലെ? np4 എന്ന് പറയുമ്പോ അപ്പൊ എങ്ങനെ വരും? n മുതല് 4 നമ്പറുകൾ ബാക്കിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് n into n-1 into n-2 into n-3 into അത്രയും 4 നമ്പേഴ്സ് അല്ലെ? അപ്പൊ 4 നമ്പേഴ്സ് ബാക്കിലോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. n മുതൽ 4 നമ്പറുകൾ ബാക്കിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈക്വൽ ടു ഈ സൈഡിൽ എന്താണ്? 1/9 എന്നാണ്. ഇനി ഇവിടെ ക്യാൻസൽ ചെയ്ത് പോകും അല്ലെ? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിലും കോമൺ ആയിട്ടുള്ള നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ അതെന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ ആൻസർ ബാക്കി ഇവിടെ 1/n ഈക്വൽ ടു 1/9 എന്ന് വരും. അതായത് 1/n ഉം 1/9 ഉം എന്താണ്? ഈക്വൽ ആണ്, ഈക്വൽ ഫ്രാക്ഷൻസ് ആണ്. അപ്പൊ ന്യൂമറേറ്റർ സെയിം ആണെങ്കിൽ ഇവർ രണ്ടുപേരും ഈക്വൽ ഫ്രാക്ഷൻ ആണെങ്കിൽ അപ്പൊ എന്തായിരിക്കണം? ഡിനോമിനേറ്ററും സെയിം ആയിരിക്കണം. അതുകൊണ്ട് n ന്റെ വാല്യൂ എത്ര കിട്ടണം? 9 ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് യൂസിങ് ഓൾ ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് അലഹബാദ്. അതായത് അലഹബാദ് എന്ന് പറയുന്ന വേർഡീത്ത ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് എന്ത് ചെയ്യണം? ഒരുപാട് വേർഡുകൾ ഉണ്ടാക്കണം. ഈ വേർഡീത്ത ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് മാക്സിമം എത്ര അറേഞ്ച്മെന്റ്സ് ചെയ്യാൻ പറ്റും? മാക്സിമം എത്ര വേർഡ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ ആണല്ലോ? അതായത് നമുക്കിവിടെ തന്നേക്കുന്ന വേർഡില് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? തന്നിരിക്കുന്ന വേർഡീത്ത അലഹബാദ് എന്നാണ് വേർഡ് അല്ലെ? അതായത് അലഹബാദ് എന്ന് പറയുന്ന വേർഡില് ചില ലെറ്റേഴ്സുകൾ എന്താണ്? റിപ്പീറ്റേഷൻ ഉണ്ട് അല്ലെ? ചില ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? എ എന്ന് പറയുന്ന ലെറ്റർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എൽ എന്ന് പറയുന്ന ലെറ്ററും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എത്ര വട്ടം? 2 പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്കൊരു വേർഡ് തന്നിട്ട് ആ വേർഡിത്തെ ലെറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് വേർഡ്സ് ഉണ്ടാക്കാനായിട്ട് മാക്സിമം എത്ര വേർഡ് ഉണ്ടാക്കാൻ പറ്റും എന്ന് ചോദിച്ചാല് നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് തന്നിരിക്കുന്ന വേർഡ്
വേർഡിൽ ഏതെങ്കിലും ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ആദ്യം നോക്കാം. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്നും ഉണ്ടാക്കാൻ പറ്റുന്ന മാക്സിമം വേർഡ്സിന്റെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എന്തെന്ന് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ p1 ഫാക്ടോറിയൽ ഇൻറ്റു p2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സിട്ര ഇൻറ്റു pk ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. n എന്ന് പറയുന്നത് എന്താണ്? ഈ തന്നിരിക്കുന്ന വേർഡിന്റെ ലെറ്റേഴ്സിന്റെ എണ്ണം, ടോട്ടൽ എണ്ണത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ n ആയിട്ട് എടുക്കുന്നത്. ഇനി എന്താണ് ഈ p1 p2 p3? അതായത് തന്നിരിക്കുന്ന വേർഡിൽ ഏതെങ്കിലും ലെറ്റേഴ്സുകൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവര് റിപ്പീറ്റ് ചെയ്യുന്നതിന്റെ എണ്ണത്തിനെയാണ് p1 p2 p3 എന്ന് എടുക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ഇക്വേഷനിൽ n-ന്റെ വാല്യൂ എന്തെന്ന് വരും? 1 2 3 4 5 6 7 8 9 9 ലെറ്റേഴ്സ് ആണ് എന്തിലുള്ളത്? അലഹബാദ് എന്ന് പറയുന്ന വേർഡിലുള്ളത്. ഓക്കെ അല്ലേ? ഇതില് ആരൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. അതായത് എ എന്ന് പറയുന്ന ലെറ്റർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ എന്തെന്ന് കൊടുത്തു? p1 എന്നുള്ളത് കൊടുത്തു. p1 അപ്പൊ എത്രയാണ് വാല്യൂ എന്ന് നോക്കണം. എ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 1 2 3 4 4 ടൈംസ് എ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇനി ആരാണ് പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നത്? എൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എൽ എത്ര വട്ടം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? അപ്പൊ അതിന് നമ്മൾ p2 എന്ന് കൊടുത്തു. p2 ഇനി എത്ര പ്രാവശ്യം നോക്കണം. p2ന്റെ വാല്യൂ എൽ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നത്? 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി ഏതെങ്കിലും ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ബാക്കിയെല്ലാം ഇനി ഓരോ പ്രാവശ്യം ഉള്ളൂ. അപ്പൊ റിപ്പീറ്റ് ചെയ്യുന്നത് എയും എല്ലും ആണ്. അപ്പൊ p1 ഉം p2 മാത്രമേ ഡിനോമിനേറ്ററിൽ വരുള്ളൂ. ഓക്കെ ആണല്ലോ. അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഇനി അടുത്തത് p3 എന്ന് എടുക്കണം. ഇനി അതിലും വേറെ ലെറ്റർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്തത് എന്തെന്ന് എടുക്കണം? p4 എന്ന് എടുക്കണം. ഓക്കെ അല്ലേ? അപ്പൊ p1 ഉം p2 ഉം കിട്ടി. ഇനി ഇക്വേഷനിൽ എന്ത് ചെയ്യാ? കൊടുക്കുക. അതായത് n-ന് പകരം 9 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ, ഇവിടെ 2 ലെറ്റേഴ്സ് ഉള്ളൂ. എന്തെന്ന് വരും? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ p1 ഇൻറ്റു p1 ഫാക്ടോറിയൽ ഇൻറ്റു p2 ഫാക്ടോറിയൽ എന്നാണ് വരാം അല്ലെ. അതായത് n-ന്റെ വാല്യൂ എത്രയായിരുന്നു? 9 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ p1-ന്റെ വാല്യൂ എത്രയാണ്? 4. അപ്പൊ 4 ഫാക്ടോറിയൽ ഇൻറ്റു p2-ന്റെ വാല്യൂ എത്രയാണ്? 2 ഫാക്ടോറിയൽ എന്ന് വരും. ഓക്കെ അല്ലേ? ഇതിന്റെ വാല്യൂ എത്രയെന്ന് നമ്മൾക്ക് കണ്ടുപിടിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? അലഹബാദ് എന്ന് പറയുന്ന വേർഡിത്തെ ലെറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം എത്ര ലെറ്റേഴ്സ് അതായത് മാക്സിമം എത്ര വേർഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് കിട്ടും. ഓക്കെ. എന്താണ് 9 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയലിന്റെ വാല്യൂ? കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ അതിന്റെ ആൻസർ എന്താണ്? കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ അതിന്റെ ആൻസർ 7560 7560 വേർഡ്സുകൾ എന്ത് ചെയ്യാൻ പറ്റും? ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഏത് ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട്? അലഹബാദ് എന്ന് പറയുന്ന വേർഡീത്ത ലെറ്ററുകൾ യൂസ് ചെയ്തിട്ടുണ്ടും. ഓക്കെ ആണല്ലോ. അതിനെ പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്യുമ്പോൾ 7560 വേർഡ്സ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഓക്കെ. Next question, okay. Find the number of arrangements of the letters of the word institute. How many of them begin with N? അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന വേർഡിത്ത ലെറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് എത്ര അറേഞ്ച്മെന്റ്സ്, എത്ര വേർഡ്സ് ഇതേപോലെ വിത്ത് ഓർ വിത്തൗട്ട് മീനിങ് ഉണ്ടായാലും മീനിങ് ഇല്ലെങ്കിലും എത്ര വേർഡുകൾ അല്ലെങ്കിൽ എത്ര ലെറ്റർ കോഡുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? ഹൗ മെനി ഓഫ് ദം ബിഗിൻ വിത്ത് എൻ? എന്നിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര വേർഡുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഓക്കെ ആണല്ലോ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത പോലെ തന്നെയാണ് അല്ലെ. ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന വേർഡ് നോക്കാം. ആ വേർഡിൽ ഏതെങ്കിലും ലെറ്ററുകൾ എന്ത് ചെയ്യുന്നുണ്ടോ നോക്കണം, റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞ ഇക്വേഷൻ ഏതായിരുന്നു? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ p1 ഫാക്ടോറിയൽ ഇൻറ്റു p2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സിട്ര pk ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് വേർഡിൽ ഏതെങ്കിലും ലെറ്ററുകൾ റിപ്പീറ്റേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന വേർഡിൽ ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ടി എന്ന് പറയുന്ന ലെറ്റർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ടി മാത്രമല്ലേ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ? ഓക്കെ, ടി മാത്രമേ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. നോക്കിയേ, ആ വേർഡ് എഴുതാം. ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന വേർഡ് എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ p1 ഫാക്ടോറിയൽ ഇൻറ്റു p2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സിട്ര pk
ഫാക്ടോറിയൽ. ഇതായിരുന്നു നമ്മളുടെ ഇക്വേഷൻ. ഇനി നോക്കിയേ, ഏതൊക്കെ ലെറ്റേഴ്സ് ആണ്? ഐ ഉണ്ട്, റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഐ എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? ഐ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഐന് അപ്പൊ നമ്മൾ എന്തെടുത്തു? P1 എന്ന് എടുത്തു. P1ന്റെ വാല്യൂ ഐ റിപ്പീറ്റ് ചെയ്യുന്നത് 1 2 2 ടൈംസ് ഐ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് N റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. S റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. നെക്സ്റ്റ് റിപ്പീറ്റ് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? T ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് P2 എന്ന് വിളിച്ചു. T എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 3 വട്ടം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ P2ന്റെ വാല്യൂ എത്രയാണ്? 3 എന്ന് കൊടുത്തു. ഓക്കെ, വേറെ ലെറ്റേഴ്സ് ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി എന്ത് ചെയ്യണം? N-ന്റെ വാല്യൂ കാണണം. അതായത് N എന്ന് പറയുന്നത് എത്രയാണ്? 1 2 3 4 5 6 7 8 9 9 ലെറ്റേഴ്സ് ആണ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന വേർഡിൽ ഉള്ളത്. അപ്പൊ N-ന്റെ വാല്യൂ എന്ന് പറയുന്നത് 9 എന്ന് കൊടുക്കുക. ഓക്കെ ആണല്ലോ? അപ്പൊ എന്തെന്ന് വരും ആൻസർ? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ P1 ഉം P2 മാത്രമേ എഴുതിയാൽ മതി. P1 ഫാക്ടോറിയൽ ഇൻറ്റു P2 ഫാക്ടോറിയൽ എന്ന് വരും. അതായത് 9 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ P1ന്റെ വാല്യൂ എത്രയാണ്? 2 2 ഫാക്ടോറിയൽ ഇൻറ്റു P2ന്റെ വാല്യൂ എത്രയാണ്? 3 ഫാക്ടോറിയൽ. ഇതിന്റെ ആൻസർ എന്ത് ചെയ്യാ? കാൽക്കുലേറ്ററിൽ കണ്ടുപിടിക്കണം. ഇതിന്റെ ആൻസർ 30 240. ഇത്രയും വേർഡ്സ് എന്ത് ചെയ്യാൻ പറ്റും? ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന വേർഡിത്ത ലെറ്ററുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? ഇനി ഇതിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. എന്താണ്? ഹൗ മെനി ഓഫ് ദം ബിഗിൻ വിത്ത് N? അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഇതിൽ എന്താ പറഞ്ഞേക്കണത് നമ്മളോട്? ഹൗ മെനി ഓഫ് ദം എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഹൗ മെനി ഓഫ് ദം ബിഗിൻ വിത്ത് N? അതായത് N-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ വേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഈ ലെറ്റേഴ്സിനെ അറേഞ്ച് ചെയ്തിട്ടാണ് ഓരോരോ വേർഡുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെ? അത് മീനിങ് ഉള്ളതായാലും മീനിങ് ഇല്ലാത്തതായാലും വേർഡ്സുകൾ ഉണ്ടാക്കുന്നത് എന്താണ്? ഇതിലത്തെ ഓരോ ലെറ്ററിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? അറേഞ്ച്മെന്റ്സിൽ മാറ്റം വരുത്തിയിട്ടാണ് നമ്മൾ വേർഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് കിട്ടി. അതിൽ നമ്മളോട് ചോദിച്ചേക്കുന്നത് N-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര വേർഡുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. N-ൽ തുടങ്ങുന്ന എത്ര വേർഡുകൾ ഉണ്ടാക്കാൻ പറ്റും? ഓക്കെ ആണല്ലോ? അപ്പൊ അതിന് എത്ര എണ്ണം ഉണ്ട്? 9 ലെറ്റേഴ്സ് ആണോ ഉള്ളത്. അപ്പൊ ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കണം? N-ൽ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലെറ്റർ N ആയിരിക്കണം. ഓക്കെ, ഫസ്റ്റ് ലെറ്റർ, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, സെവൻത്ത്, എയ്ത്ത്, നയൻത്ത്. ഓക്കെ, മൊത്തം 9 ലെറ്റേഴ്സ് ആണ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന വേർഡിലുള്ളത്. അപ്പൊ ആദ്യത്തെ ലെറ്റർ എന്തായിരിക്കണം? നമുക്കറിയാം N-ലായിരിക്കണം. N-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ് അല്ലേ? അപ്പൊ ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കണം? N ആയിരിക്കണം. ആ N എന്ന് പറയുന്ന ആൾ അവിടെ ഫിക്സഡ് ആണ്. അയാൾക്ക് അവിടെ ഒരു മാറ്റം ഇല്ല. ഇയാൾ എപ്പോഴും എന്തെന്നെയായിരിക്കും? N-ൽ തുടങ്ങുന്ന വേർഡ് എന്ന് പറയുമ്പോ ഇത് എപ്പോഴും എന്തായിരിക്കണം? ഫിക്സഡ് ആയിരിക്കണം. N എന്ന് പറയുന്ന ആള് ഫിക്സഡ് ആയിരിക്കണം. ഇനി മാറ്റങ്ങൾ വരുത്തേണ്ടത്, അറേഞ്ച്മെന്റ്സ് ചെയ്യേണ്ടത് അപ്പൊ എവിടെയാണ്? ഈ ഇത്രയും ബാക്കിയുള്ള ഭാഗത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അറേഞ്ച്മെന്റ്സ് വരുത്താൻ പോണത്. ഇവിടെയുള്ള ലെറ്റേഴ്സിന്, അതായത് N ഒരാൾ ഇവിടെ ഫിക്സഡ് ആക്കി വെച്ചാൽ ബാക്കി ഈ ലെറ്റേഴ്സുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തിയാൽ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചും അറേഞ്ച് ചെയ്താല് നമുക്ക് എന്ത് ചെയ്യാം? N വെച്ച് തുടങ്ങുന്ന കുറെ വേർഡ്സ് കിട്ടും അല്ലെ? അപ്പൊ ഇവിടെ ഒരു N ഇവിടെ ഫിക്സഡ് ആയി. ബാക്കി ഉള്ള ലെറ്റേഴ്സ് ആണ് ഇവിടെ നമ്മൾ പല രീതിയിൽ അറേഞ്ച് ചെയ്ത് വേർഡ്സ് കണ്ടുപിടിക്കാൻ പോണത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇനി എത്ര ഫില്ല് ചെയ്യാനുണ്ട്? 1 2 3 4 5 6 7 8. N-ന്റെ വാല്യൂ എത്രയാണ്? 8 ആണ്. കാരണം ഒരു നമ്പർ ഇവിടെ ഫിക്സഡ് ആയി വെച്ചു. ഇനി അയാളെ നമ്മൾ നോക്കേണ്ട കാര്യമുണ്ടോ? അവിടെ N എന്താണ്? ഫിക്സഡ് ആണ്. ഇനി അയാളെ മൈൻഡ് ചെയ്യേണ്ട. ബാക്കി ഉള്ള ലെറ്റേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അറേഞ്ച്മെന്റ് ചെയ്യുന്നത്. അപ്പൊ N-ന്റെ വാല്യൂ എത്രയെന്ന് എടുക്കണം? 8 എന്ന് എടുക്കണം. ഓക്കെ ആണല്ലോ? ഇനി എന്ത് ചെയ്യാ? ഇവിടെ വരുന്നതിൽ ആർക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട്? ഈ ഭാഗത്ത് I വരാം, S-ന് വരാം, T വരാം, I വരാം, T U T E ഇത്രയും ലെറ്റേഴ്സിന് എന്ത് ചെയ്യാം? ഇങ്ങോട്ട് റിപ്പീറ്റ് ചെയ്ത് വരാം അല്ലെ? അതായത് ഈ ഫില്ല് ചെയ്യാനുള്ള ഭാഗത്ത് ചില ലെറ്റേഴ്സ് വീണ്ടും റിപ്പീറ്റേഷൻ വരുന്നവരാണ്. ആരൊക്കെ റിപ്പീറ്റ് ചെയ്യും? I റിപ്പീറ്റ് ചെയ്യും. അതുകൊണ്ട് അതിനാ നമ്മൾ P1 എന്ന് കൊടുത്തു. I റിപ്പീറ്റ് ചെയ്യുന്നത് എത്ര പ്രാവശ്യമാണ്? 2 പ്രാവശ്യം. അടുത്തത് T എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്യുന്നതാണ്. T-നെ നമ്മൾ അപ്പൊ എന്തെന്ന് കൊടുത്തു? P2 എന്ന് കൊടുത്തു. T എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും? 3 പ്രാവശ്യം. കാരണം ഈ N മാത്രമേ ഇവിടെ ഫിക്സഡ് ആയിട്ടുള്ളൂ. ബാക്കി N-നെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള ലെറ്റേഴ്സുകൾ ഇങ്ങോട്ട് ഫില്ല് ചെയ്യണം. അതിനെ പല രീതിയിൽ അറേഞ്ച്മെന്റ് ചെയ്യുമ്പോഴാണ് N-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന പല പല വേർഡ്സുകൾ നമുക്ക് കിട്ടുന്നത്. ആ എത്ര വേർഡ്സ് മാക്സിമം കിട്ടുന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഉള്ള ലെറ്റേഴ്സിൽ ചിലവര് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നവർ തന്നെയാണ് അല്ലെ? I റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, T റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ത് തന്നെയാണ്? N ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ P1 ഫാക്ടോറിയൽ ഇൻറ്റു
P2 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് തന്നെയാണ് ഇക്വേഷൻ അല്ലെ. പക്ഷെ ഇവിടെ n-ന്റെ വാല്യൂ എത്രയും മാറി? 8 ആയി മാറി. എന്തുകൊണ്ടാണ് 8 ആയത്? ക്യാപിറ്റൽ N എന്ന് പറയുന്നത് n-ൽ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ n അവിടെ ഫിക്സഡ് ആണ്, n-ന് മാറ്റം വരില്ല, എപ്പോഴും അത് തന്നെയായിരിക്കും, n തന്നെയായിരിക്കും. ബാക്കി നമുക്ക് അറേഞ്ച്മെന്റ് നടത്തേണ്ടത് 8 ലെറ്റേഴ്സിനെയാണ് അറേഞ്ച്മെന്റ് നടത്തേണ്ടത്. അതുകൊണ്ട് n-ന്റെ വാല്യൂ എത്രയായി? 8 ആയി. അപ്പൊ അവിടെ n ഫാക്ടോറിയൽ എന്നുള്ളതിന് പകരം 8 ഫാക്ടോറിയൽ എന്ന് കൊടുക്കണം. ഓക്കെ അല്ലേ? P1 റിപ്പീറ്റ് ചെയ്യുന്നത് I റിപ്പീറ്റ് ചെയ്യുന്ന വാല്യൂ 2 ഫാക്ടോറിയൽ ഇൻറ്റു P2 T റിപ്പീറ്റ് ചെയ്യുന്ന വാല്യൂ 3 ഫാക്ടോറിയൽ എന്നാണ്. ഓക്കെ ആണല്ലോ? അപ്പോ ഇതിന്റെ ആൻസർ കാൽക്കുലേറ്ററിൽ കണ്ടുപിടിക്കാം കേട്ടോ. ഇതിന്റെ ആൻസർ കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോ അപ്പൊ എത്ര കിട്ടും? 3360 വേർഡ്സ് എന്ത് ചെയ്യാൻ പറ്റും? ടി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന, ടി അല്ല n-ൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ കോമ്പിനേഷൻ ആണ് അല്ലെ, NCR ആണ് വന്നേക്കുന്നത്. അതായത് സെലക്ഷൻ ചെയ്യുക, ഇത്ര പേരിൽ നിന്നും ഇത്ര പേരെ സെലക്ട് ചെയ്യുക. ഒരു ടീമിൽ നിന്ന് ഇത്ര പേരെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഏതെല്ലാം രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും, എത്ര സെലക്ഷൻസ് നടത്താൻ പറ്റും എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോമ്പിനേഷൻ കണ്ടുപിടിക്കുന്നത്. കോമ്പിനേഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് NCR എന്നാണ് അല്ലെ. NCRന്റെ ഇക്വേഷൻ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. എന്തായിരുന്നു NCRന്റെ ഇക്വേഷൻ? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഓൾ ഫാക്ടോറിയൽ എന്നാണ് വരാം അല്ലെ. ഇതാണ് അപ്പൊ ഫസ്റ്റത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? NC9 ഈക്വൽ ടു NC8. അങ്ങനെയാണെങ്കിൽ n-ന്റെ വാല്യൂ, അങ്ങനെയാണെങ്കിൽ n-ന്റെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് NC9 ഉം NC8 ഉം സെയിം ആണ്. അതായത് രണ്ട് കോമ്പിനേഷൻസ് ഈക്വൽ ആണെങ്കിൽ n എന്ന് പറയുന്നത് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് നമ്മൾ കോമ്പിനേഷന്റെ പ്രോപ്പർട്ടിയിൽ പഠിച്ചതാണ്. രണ്ട് കോമ്പിനേഷന്റെ വാല്യൂസ് ഈക്വൽ ആവണമെങ്കിൽ ഒന്നില്ലെങ്കിൽ r-ന്റെ വാല്യൂസ് എന്തായിരിക്കണം? അതായത് NCR1 ഈക്വൽ ടു NCR2 എന്നാണെങ്കിൽ R1 ഈക്വൽ ടു R2 എന്ന് വരണം. രണ്ട് വാല്യൂസ് സെയിം ആവണം. അല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും? R1 പ്ലസ് R2 എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കണം? n എന്ന് പറയുന്നതിനോട് ഈക്വൽ ആയിട്ട് വരണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, R1 ഈക്വൽ ടു R2 എന്നല്ല. കാരണം എന്തുകൊണ്ടാ? ഇവിടെ ഒരു വാല്യൂ 9 ഉം ഒരു വാല്യൂ എത്രയാണ്? 8 ആണ് വന്നേക്കുന്നത്. അതുകൊണ്ട് R1 ഈക്വൽ ടു R2 എന്ന് പറയുന്ന കണ്ടീഷൻ ആയിരിക്കില്ല ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതിന് പകരം ഇത് എടുക്കണം, R1 പ്ലസ് R2 എന്ന് പറയുന്നത് n-ന് ഈക്വൽ ആണെന്നുള്ളത് എടുക്കണം. അങ്ങനെയാണെങ്കിൽ എന്തെന്നായിരിക്കും? NC9 ഈക്വൽ ടു NC8 എന്നാണ് വരുന്നത് അല്ലെ. അതായത് R1 പ്ലസ് R2 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിട്ട് വരും? n-ന് ഈക്വൽ ആയിട്ട് വരണം. R1 എന്ന് പറയുന്ന ആള് 9 ഉം R2-ന്റെ വാല്യൂ എത്രയാണ്? 8 ആണ്. അപ്പൊ എന്തെന്ന് വരും? n-ന്റെ വാല്യൂ, n എന്ന് പറയുന്നത് എത്ര എന്ന് കിട്ടും? n-ന്റെ വാല്യൂ 17 ആണെന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? ഓക്കെ. Seventh question നോക്കാം. In how many ways a committee consisting of 5 members can be chosen from 7 men and 5 women? How many of this committee consists of 3 men and 2 women? അതായത് ഒരു എന്താണ് കമ്മിറ്റി രൂപീകരിക്കുകയാണ് അല്ലെ. അതായത് ഒരു കമ്മിറ്റിയിലേക്ക് എത്ര പേരെ സെലക്ട് ചെയ്യണം? 7 പേര് അടങ്ങുന്നതാണ് ഒരു കമ്മിറ്റി. അങ്ങനെയാണെങ്കിൽ in how many ways of committee consisting of 5 members can be chosen from? എത്ര പേരാണ്? 5 പേരുള്ളതാണ് കമ്മിറ്റി. അതായത് ഒരു കമ്മിറ്റി എന്ന് പറയുന്നത് 5 പേര് അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് രൂപീകരിക്കേണ്ടത്. ആ കമ്മിറ്റിയിലേക്ക് വേണ്ടി സെലക്ട് ചെയ്യാനായിട്ട് എത്ര ആളുകളാണ് വന്നേക്കണം? 7 മെന്നും അതേപോലെ 5 വുമണും ആണ് വന്നിരിക്കുന്നത്. ഈ 7 മെന്നിൽ നിന്നും അതേപോലെ 5 വുമണിൽ നിന്നും ആകെ എത്ര പേരെ ആവശ്യമുള്ളൂ? മെമ്പേഴ്സിന് 5 പേരെ മാത്രമേ നമുക്ക് കമ്മിറ്റിയിലേക്ക് ആവശ്യമുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ 7 മെന്നിൽ നിന്നും 5 വുമണിൽ നിന്നും 5 പേരെ ഏതെല്ലാം രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാം, എങ്ങനെയെല്ലാം കോമ്പിനേഷൻ സെലക്ട് ചെയ്യാം എന്നാണ് ചോദിച്ചേക്കുന്നത്. എത്ര രീതിയിൽ കമ്മിറ്റിയിലേക്കുള്ള സെലക്ഷൻ നടത്താൻ പറ്റും എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം. അപ്പൊ ഇവിടെ സെലക്ഷൻ എന്നാണെങ്കിൽ ഏതായിരിക്കും? NCR ആണ്, കോമ്പിനേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതായത് സെലക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കോമ്പിനേഷൻ ആണ് വരേണ്ടത്. അതിന്റെ ഇക്വേഷൻ എന്താണ്? NCR ആണ്. ടോട്ടൽ എത്ര പേരാണ് വന്നിരിക്കുന്നത്? 7 മെന്നും അതേപോലെ 5 വുമണും ആണ് കമ്മിറ്റിയിലേക്ക് സെലക്ഷന് വേണ്ടി വന്നിരിക്കുന്നത്. പക്ഷെ കമ്മിറ്റി എത്ര പേര് മാത്രം മതി? 5 പേരടങ്ങുന്നതായിരിക്കണം കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ 7ഉം 5ഉം ടോട്ടൽ എത്ര പേരുണ്ട്? 12 പേരിൽ നിന്നും നമുക്ക് എത്ര പേരെ സെലക്ട് ചെയ്താൽ മതി? കമ്മിറ്റിയിലേക്ക് 5 പേരെ സെലക്ട് ചെയ്താൽ മതി. അതായത് n-ന്റെ വാല്യൂ അപ്പൊ എത്രയാണ്?
എന്നിന്റെ വാല്യൂ 7 + 5 12 ആണ്. പക്ഷെ നമുക്ക് എത്ര പേരായി? 12 പേരിൽ നിന്നും 5 പേരെ മാത്രമേ കമ്മിറ്റിയിലേക്ക് എടുക്കുള്ളൂ. കമ്മിറ്റി 5 പേരുടെ കമ്മിറ്റിയാണ് അല്ലെ. അപ്പൊ ഈ 12 പേരിൽ നിന്നും 5 പേരെ നമുക്ക് സെലക്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പൊ 6ന്റെ വാല്യൂ എത്ര ആയിരിക്കണം? 5 പേരെയാണ്. ഈ 12 പേരിൽ നിന്നും 5 പേരെ ഏതെല്ലാം രീതിയിൽ സെലക്ട് ചെയ്യാം? പല രീതിയിൽ സെലക്ഷൻ നടത്താൻ പറ്റും അല്ലെ. അപ്പൊ എത്ര സെലക്ഷൻ, എത്ര രീതികളിൽ സെലക്ട് ചെയ്യാൻ പറ്റും? കോമ്പിനേഷൻ കണ്ടുപിടിക്കണം അല്ലെ. അതായത് NCR എന്ന് പറയുന്നത് 12C5. ഈ ഇത്രയും രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ 5 പേരെ സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഹൗ മെനി ഓഫ് ദിസ് കമ്മിറ്റി കൺസിസ്റ്റ് ഓഫ് 3 men and 2 women? അതായത് ആ കമ്മിറ്റിയിലേക്ക് സെലക്ട് ചെയ്യുന്നതിൽ എത്ര പേര്? 3 പേര് മെന്നും അതേപോലെ 2 വുമണും ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ ആദ്യം എന്ത് ചെയ്യാം? 3 men and 2 women എന്നാണ് പറഞ്ഞത്. കമ്മിറ്റിയിലേക്ക് മൊത്തം 5 പേരെ നമ്മള് എത്ര പേരെ സെലക്ട് ചെയ്യും? 5 പേരെ സെലക്ട് ചെയ്യും. പക്ഷെ ആ 5 പേരില് 3 പേര് മെന്നും അതേപോലെ 2 പേര് എന്തായിരിക്കണം? വുമൺ ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ 3 men 2 women എന്നത് എത്ര രീതികളിൽ സെലക്ട് ചെയ്യാമെന്നാണ് ചോദിച്ചേക്കണം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? മെൻ, അതിന്റെ സെലക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതായത് മെന്നിന്റെ വാല്യൂ എത്രയാണ്? എത്ര പേരുണ്ട് മെൻ? ടോട്ടല് 7 men ആണ് ഉള്ളത് അല്ലെ. അപ്പൊ എന്നിന്റെ വാല്യൂ 7. ഈ 7 പുരുഷന്മാരിൽ നിന്നും എത്ര പുരുഷന്മാരെ മതി? 3 പേരെ മതി. 3 പേരായിരിക്കണം മെൻ എന്നാണ് പറഞ്ഞേക്കണത് അല്ലെ. അപ്പൊ മെന്നിന്റെ കോമ്പിനേഷൻ അല്ലെങ്കിൽ സെലക്ഷൻ എന്ന് പറയുന്നത് NCR എന്ന് പറയുന്നത് 7C3 ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇത്രയും രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 7 മെന്നിൽ നിന്നും 3 മെന്നിനെ സെലക്ട് ചെയ്യാൻ ഇത്രയും രീതിയിലാണ് പറ്റുന്നത്. ഇതേപോലെ തന്നെ ആരെയും കണ്ടുപിടിക്കണം? വുമണിന്റെയും കണ്ടുപിടിക്കണം. ഓക്കെ, നോക്കിയേ. വുമണിനെ കാണണം. വുമൺ എന്ന് പറയുന്നത് എത്ര പേരായിരുന്നു ടോട്ടൽ ഉണ്ടായിരുന്നത്? 5 വുമൺസ് ആണ് ഉള്ളത്. അപ്പൊ 5 വുമൺ ആണ് ടോട്ടൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഈ 5 വുമണിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം 5 പേരാണ് മെമ്പേഴ്സ് ആണ് കമ്മിറ്റിയിൽ വേണ്ടത്. അതിൽ 3 പേര് മെന്നും ആയിരിക്കണം, 2 പേര് വുമണും ആയിരിക്കണം എന്നാണ് പറഞ്ഞേക്കണം. അങ്ങനെയാണെങ്കിൽ എത്രയെല്ലാം രീതിയിൽ നമുക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചത്. അപ്പൊ മെന്നിന്റെ സെലക്ഷൻ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി 2 പേരെ വുമൺസിനെ സെലക്ട് ചെയ്യണം അല്ലെ. അപ്പൊ 2 പേരെ വുമൺസിനെ എങ്ങനെ സെലക്ട് ചെയ്യാം? 6 എന്ന് പറയുന്നത് നമുക്ക് ഈ 5 പേരിന് എത്ര പേരെ മതി? 2 പേരെ മതി. എന്നിന്റെ വാല്യൂ ആണ് എന്ത്? 5. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ NCR വുമൺസിന്റെ സെലക്ഷൻ എന്ന് പറയുന്നത് 5C2 എന്നായിരിക്കും. ഓക്കെ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ നമ്പർ ഓഫ് ചാൻസ്, അതായത് എത്ര പേരാണ് സെലക്ട് ചെയ്യണേന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ടോട്ടൽ കാണണമെങ്കിൽ ഈക്വൽ ടു 7C3 മെന്നിനെ സെലക്ട് ചെയ്യുന്ന കോമ്പിനേഷൻ, അതേപോലെ തന്നെ 5C2 എന്ന് പറയുന്നത് വുമണിനെ 2 വുമണിനെ സെലക്ട് ചെയ്യുന്ന കോമ്പിനേഷൻ. ഇതെന്ത് ചെയ്യാ? ടോട്ടൽ കാണണമെങ്കിൽ അവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ടോട്ടല് കിട്ടും. ഓക്കെ ആണല്ലോ. 7C3 × 5C2. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 4 cards are drawn from a pack of 52 playing cards. അതായത് 52 കാർഡുകൾ ഉണ്ട്. കാർഡുകൾ ടോട്ടൽ പ്ലേയിങ് കാർഡ്സ് 52 ആണോ ഉള്ളത്? അത് നമുക്ക് അറിയണതാണ് അല്ലെ. 52 പ്ലേയിങ് കാർഡ്സ് ഉണ്ട്. അതില് എന്താണ്? 26 ബ്ലാക്ക്, അതേപോലെ 26 എന്ത്? റെഡ് കളറുമാണ്. 26 ബ്ലാക്കും 26 റെഡും. 26 ബ്ലാക്കിൽ തന്നെ എന്തുണ്ട്? 13 സ്പെയ്ഡും അതേപോലെ 13 ക്ലേവർ ആണോ ഉള്ളത്. ഈ 26 റെഡിൽ വീണ്ടും ഡിവിഷൻ ഉണ്ട്. എത്ര എണ്ണം? 13 എണ്ണം ഡയമണ്ടിന്റെ കാർഡുകളും 13 ഹാർട്ടിന്റെ കാർഡുകളാണ് ഉള്ളത്. ഓക്കെ അല്ലേ. ഇനി അതേപോലെ ഇതില് ഓരോന്നിലും എന്തുണ്ട്? സ്പേഡില് കിങ്, ക്യൂൻ, ജാക്ക്, എയ്സ്, പിന്നെ 2 മുതൽ എത്ര വരെ? 2 മുതൽ 10 വരെയും നമ്പർ കാർഡുകൾ ഉണ്ട്. സെയിം ഇത് തന്നെയാണ് ഓരോ
ഈ ഓരോ സ്യൂട്ടിലും എന്ത് ചെയ്യുന്നത് റിപ്പീറ്റ് ചെയ്യുന്നത്. അതായത് മൊത്തം 52 കാർഡുകളുണ്ട്. അതിൽ 26 ബ്ലാക്കും 26 എന്താണ് റെഡും ആണ്. 26 ബ്ലാക്കിൽ വീണ്ടും 2 ഡിവിഷൻ ആണോ ഉള്ളത്, 13 സ്പേഡും 13 ക്ലേവറും. അതേപോലെ തന്നെ 26 റെഡിൽ വീണ്ടും 2 ഡിവിഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? 13 ഡയമണ്ടും 13 ഹാർട്ടിന്റെ കാർഡുകളാണോ ഉള്ളത്. ഈ 13 സ്പേഡ് അല്ലെങ്കിൽ 13 ക്ലേവർ, ഡയമണ്ട്, ഹാർട്ട്, ഇതിൽ ഓരോന്നിലും വരുന്ന കാർഡുകൾ എന്തൊക്കെയാണ്? ഒരു കിങ് ഉണ്ടാവും, ഒരു ക്യൂൻ, ഒരു ജാക്ക്, ഒരു ഏസ്. അതേപോലെ 2 മുതൽ 10 വരെ എഴുതിയിട്ടുള്ള നമ്പർ കാർഡുകളും ഇതേ സംഭവം തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇനി നമ്മളെ ക്വസ്റ്റ്യൻ നോക്കിയേ. ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് 4 cards are drawn from a pack of 52 playing cards. അതായത് 52 കാർഡുകൾ. ഈ 52 കാർഡിൽ നിന്ന് 4 കാർഡുകളാണ് ആകെ എന്ത് ചെയ്യുന്നത് എടുക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ അതെന്തായിരിക്കും? ഇപ്പൊ അറേഞ്ച്മെന്റ് ആണോ അതോ സെലക്ഷൻ ആണോ വരുന്നത്? അറേഞ്ച്മെന്റ്സ് അല്ല, എന്താണ്? സെലക്ഷൻ ആണ് വരുന്നത് അല്ലെ. 52 കാർഡിൽ നിന്ന് എത്ര കാർഡാണ് സെലക്ട് ചെയ്യുന്നത്? 4 കാർഡുകൾ സെലക്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ഹൗ മെനി വേസ് ഇറ്റ് ക്യാൻ ബി ഡൺ? എത്രയെല്ലാം രീതികളിൽ ഈ സെലക്ഷൻ ചെയ്യാൻ പറ്റും? 52 കാർഡിൽ നിന്ന് 4 കാർഡ് എടുക്കുന്നത് പല രീതിയിൽ സെലക്ട് ചെയ്യാം അല്ലെ. അത് ടോട്ടൽ എത്ര രീതികളിൽ സെലക്ട് ചെയ്യാൻ പറ്റും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചാൽ, ഇൻ ഹൗ മെനി വേസ് ദിസ് 4 cards contain 2 red and 2 black? 4 കാർഡ് നമ്മൾ എടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ 2 റെഡും 2 ബ്ലാക്കും ആവാനുള്ള ചാൻസ് എത്രത്തോളം? ചാൻസ് അല്ല, കോമ്പിനേഷൻ സെലക്ഷൻ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കാം? 2 കാർഡ് എന്താവണം? റെഡും 2 കാർഡ് ബ്ലാക്കും ആവണം. ഓക്കെ അല്ലേ? അപ്പൊ ആദ്യം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, കോമ്പിനേഷൻ ആണ് നമുക്ക് കിട്ടി അല്ലെ, സെലക്ഷൻ ആണ്, അതുകൊണ്ട് NCR ആണ്. എന്നിന്റെ വാല്യൂ നമ്മൾ മൊത്തം എത്ര കാർഡാണുള്ളത്? 52 കാർഡാണുള്ളത്. അതിന് നമ്മൾ എത്ര കാർഡ് മാത്രമേ എടുക്കുന്നുള്ളൂ? എത്ര കാർഡേ സെലക്ട് ചെയ്യുന്നുള്ളൂ? 4 cards സെലക്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ ആറിന്റെ വാല്യൂ ഇവിടെ 4 ആണ്. അങ്ങനെയാണെങ്കിൽ 52 കാർഡിൽ നിന്നും 4 കാർഡ് ഏതെല്ലാം രീതിയിൽ, എത്ര രീതികളിൽ സെലക്ട് ചെയ്യാം എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് 52C4 ഇത്രയും രീതികളിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ടോട്ടല് കാർഡുകളുടെ സെലക്ഷൻ കിട്ടും. ഓക്കെ അല്ലെ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ ഹൗ മെനി വേസ് ദിസ് 4 cards ആർ കണ്ടെയ്ൻ 2 red and 2 black? ആ 4 കാർഡ് സെലക്ട് ചെയ്യുന്നതിൽ 2 പേര് റെഡ് ആവാനും 2 പേര് ബ്ലാക്ക് ആവാനുള്ളതാണ് ചോദിച്ചേക്കണം. കോമ്പിനേഷൻ എന്താണെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ആദ്യം ബ്ലാക്ക് കാർഡിന്റെ നോക്കാം. 2 പേര് റെഡും 2 പേര് ബ്ലാക്കും അല്ലെ. അതായത് 52 കാർഡുകളില് എത്ര കാർഡാണ് ബ്ലാക്ക് ആയിട്ടുള്ളത്? 26 കാർഡുകളാണ് ബ്ലാക്ക് അല്ലെ. അപ്പൊ ഈ 26 കാർഡിൽ നിന്നും വേണം നമുക്ക് എന്ത് ചെയ്യാൻ? 2 ബ്ലാക്ക് കാർഡിനെ സെലക്ട് ചെയ്യാനായിട്ട്. ഓക്കെ ആണല്ലോ? അപ്പൊ N എന്ന് പറയുന്നത് ബ്ലാക്ക് കാർഡിന്റെ ടോട്ടൽ എണ്ണം എത്രയാണ്? 26 ആണ്. ഈ 26ൽ എത്ര കാർഡ് നമുക്ക് സെലക്ട് ചെയ്യണം? ബ്ലാക്ക് കാർഡ് എത്ര എണ്ണം സെലക്ട് ചെയ്യണം? 2 ബ്ലാക്ക് കാർഡ് സെലക്ട് ചെയ്യണം. അപ്പൊ ആറിന്റെ വാല്യൂ എത്ര വരും? 2 വരും. ഈ 2 ബ്ലാക്ക് കാർഡ്, 26 എണ്ണത്തിൽ 2 ബ്ലാക്ക് കാർഡ് പല രീതിയിൽ സെലക്ട് ചെയ്യാം അല്ലെ. അപ്പൊ എത്ര രീതികളിൽ സെലക്ഷൻ ചെയ്യാന്ന് കണ്ടുപിടിക്കണമെങ്കിൽ കോമ്പിനേഷൻ NCR ആണ് കാണേണ്ടത്. NCR ഈക്വൽ ടു എന്ത് ആൻസർ വരും? എന്നിന്റെ വാല്യൂ 26, C ആറിന്റെ വാല്യൂ എത്ര കിട്ടും? 2 എന്ന് കിട്ടും. അപ്പൊ എത്ര രീതിയിൽ ബ്ലാക്ക് കാർഡ് സെലക്ട് ചെയ്യാം? 26C2 എന്ന് വരും. ഓക്കെ, ബ്ലാക്ക് കാർഡ് സെലക്ട് ചെയ്യുന്നതിന്റെ വാല്യൂ 26C2. ഇതേപോലെ തന്നെ ബാക്കി എന്തും പറഞ്ഞിട്ടുണ്ട്? 2 കാർഡ് ബ്ലാക്കും പിന്നെ 2 കാർഡ് റെഡും ആയിരിക്കണം. അപ്പൊ ഇതേ സെയിം മെത്തേഡിൽ അടുത്തത് എന്ത് കാണണം? നമ്മൾ സെലക്ട് ചെയ്യുന്ന ബാക്കി 2 കാർഡുകൾ എന്താവണം? റെഡ് ആവണം. 52 കാർഡില് 26 എണ്ണം എന്താണ്? റെഡ് ആണ്. അപ്പൊ റെഡ് കാർഡുകളുടെ ആകെ എണ്ണം N എന്ന് പറയുന്നത് 26. ഈ 26ൽ എത്ര കാർഡിനെയാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്? 2 റെഡ് കാർഡിനെയാണ് സെലക്ട് ചെയ്യേണ്ടത്. നമുക്ക് എത്രയാണോ സെലക്ട് ചെയ്യേണ്ടത് ആ വാല്യൂ ആണ് 6 ആയിട്ട് എടുക്കേണ്ടത്. അപ്പൊ 6 2 എന്ന് കിട്ടും. 26 റെഡിൽ നിന്ന് 2 റെഡ് കാർഡ് മാത്രമേ സെലക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അല്ലെ. അപ്പൊ അത് പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? സെലക്ട് ചെയ്യാം. ഏത് 2 റെഡ് കാർഡ് വേണമെങ്കിലും എടുക്കാം. അപ്പൊ അത് എത്ര രീതിയിൽ എടുക്കാം, എത്ര കോമ്പിനേഷൻ ചെയ്യാം എന്നുള്ളത് എന്തായിരിക്കും? കോമ്പിനേഷൻ NCR കണ്ടുപിടിക്കണം. അതായത് എന്ത് കിട്ടും? 26C2 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കാണാൻ, ടോട്ടൽ എന്ന് പറയുന്നത് അപ്പൊ എന്തെന്നായിരിക്കും? 26C2ഉം അതേപോലെ തന്നെ 26C2 ഇൻറ്റു ടോട്ടൽ ആണെങ്കിൽ ടോട്ടൽ നമുക്ക് 4 കാർഡല്ലേ കിട്ടേണ്ടത്. അതായത് 2 എണ്ണം ബ്ലാക്ക് ആവാനുള്ളതും 2 എണ്ണം എന്താവാനുള്ളത്? റെഡ് ആവാനുള്ളതും എന്ന് പറയുമ്പോൾ ഈ രീതിയിൽ സെലക്ഷൻ ചെയ്താലാണ് ആൻസർ 4 കാർഡ്, അതിൽ 2 കാർഡ് ബ്ലാക്കും 2 കാർഡ് റെഡ് ആയിട്ടും കിട്ടാം. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഹൗ മെനി ട്രയാങ്കിൾ ക്യാൻ ബി ഡ്രോൺ ബൈ ജോയിനിങ് 10 പോയിന്റ്സ് ഓൺ എ സർക്കിൾ? അതായത് ഒരു സർക്കിളിൽ എത്ര പോയിന്റ്സ് ഉണ്ട്? 10 പോയിന്റ്സ് ഉണ്ട്.
10 പോയിന്റ്സുകൾ തമ്മിൽ ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു സർക്കിളില് എത്ര പോയിന്റ്സ് ഉണ്ട് എന്നാണ് പറഞ്ഞേക്കണ? 10 പോയിന്റ്സ് ഉണ്ട്. 1 2 3 4 5 6 7 8 9 10 പോയിന്റ്സ് ഉണ്ട്. ഈ 10 പോയിന്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്തപ്പോൾ കിട്ടിയതാണ് ഈ ഒരു സർക്കിൾ. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറയണം ഹൗ മെനി ട്രയാങ്കിൾ ക്യാൻ ബി ഡ്രോൺ ബൈ ജോയിനിങ് 10 പോയിന്റ്സ് ഓൺ എ സർക്കിൾ. അതായത് 10 പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തപ്പോൾ കിട്ടിയ സർക്കിളില് നമുക്ക് എത്ര ട്രയാങ്കിളുകൾ വരയ്ക്കാൻ പറ്റും എന്നാണ് ചോദിച്ചേക്കുന്നത്. ട്രയാങ്കിൾ വരക്കണമെങ്കിൽ എത്ര പോയിന്റ് വേണം? 3 പോയിന്റ് മതി അല്ലെ? ഇതൊരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും. ഈ 3 പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്താൽ കിട്ടുന്നതാണ് ഈ ട്രയാങ്കിൾ. ഇനി ഇതേപോലെ തന്നെ വേറൊരു ട്രയാങ്കിൾ വരക്കാം. ഈ 2 പോയിന്റും അതുപോലെ ഈ പോയിന്റ് തമ്മിൽ ജോയിൻ ചെയ്താൽ അടുത്ത ട്രയാങ്കിൾ വരക്കാം. ഇങ്ങനെ ഈ 10 പോയിന്റുകൾ ഉപയോഗിച്ചുകൊണ്ടും ഈ സർക്കിളില് എത്ര ട്രയാങ്കിളുകൾ വരക്കാൻ പറ്റും എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ നമ്മൾ കോമ്പിനേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് അവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ഇവിടെ n ഈക്വൽ ടു കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? NCR ഇതാണ് കാണേണ്ടത് അല്ലെ? അത് കോമ്പിനേഷൻ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? n ന്റെ വാല്യൂ അറിയണം, r ന്റെ വാല്യൂ അറിയണം. n എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഒബ്ജക്റ്റ് ആണ് n എന്ന് പറയുന്നത്. അതായത് 10 പോയിന്റുകളാണ് ഇവിടെ ടോട്ടൽ ആയിട്ട് തന്നേക്കുന്നത്. അപ്പൊ n ന്റെ വാല്യൂ എത്രയായിരിക്കും? 10 ആണ്. ഇനി നമുക്ക് എന്താ വരയ്ക്കേണ്ടത്? ട്രയാങ്കിൾ ആണ് വരയ്ക്കേണ്ടത് അല്ലെ? സർക്കിളിന്റെ ഉള്ളിൽ എത്ര ട്രയാങ്കിൾസ് വരക്കാൻ പറ്റും എന്നാണ് ചോദിച്ചേക്കുന്നത്. ട്രയാങ്കിൾ വരക്കണമെങ്കിൽ എത്ര പോയിന്റ്സ് നമുക്ക് വേണം? 3 പോയിന്റ്സ് നമുക്ക് വേണം. അപ്പൊ r ന്റെ വാല്യൂ നമ്മൾ എത്ര പോയിന്റിനാണ് സെലക്ട് ചെയ്യുന്നത്? 3 പോയിന്റുകളെയാണ്. കാരണം ട്രയാങ്കിൾ ആണ് വരക്കേണ്ടത്. ട്രയാങ്കിൾ വരക്കണമെങ്കിൽ 3 പോയിന്റ്സ് ആണ് വേണ്ടത്. അപ്പൊ r ന്റെ വാല്യൂ എത്ര ആയിട്ട് എടുക്കണം? 3 ആയിട്ട് എടുക്കണം. അങ്ങനെയാണെങ്കിൽ എത്ര രീതിയിൽ ട്രയാങ്കിളുകൾ വരക്കാം, എത്ര ട്രയാങ്കിളുകൾ മാക്സിമം വരക്കാം എന്ന് ചോദിക്കുന്നത് എത്ര കിട്ടും? 10C3. NCR എന്ന് പറയുന്നത് 10C3. കാൽക്കുലേറ്ററിൽ എന്ത് ചെയ്യുക? ഇതിന്റെ വാല്യൂ കറക്റ്റ് ആയിട്ട് അടിച്ചു കൊടുത്താൽ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. അല്ലെങ്കിൽ NCR ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഓൾ ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് NCR എന്ന് പറയുന്ന കോമ്പിനേഷന്റെ ഇക്വേഷൻ അല്ലെ? ഈ ഇക്വേഷനിൽ ഈ വാല്യൂസ് കൊടുത്ത് സോൾവ് ചെയ്യുക. n ന് പകരം 10 എന്നും r ന് പകരം എന്തെന്ന് കൊടുക്കുക? 3 എന്നും കൊടുത്ത് വാല്യൂ സോൾവ് ചെയ്താലും എന്ത് കിട്ടും? ആൻസർ കിട്ടും. അതായത് 10C3യുടെ കാൽക്കുലേറ്ററിൽ വാല്യൂ നോക്കുമ്പോ 10C3 ഇത്രയും എന്ത് ചെയ്യാം? ട്രയാങ്കിൾസ് വരക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ? 10th question. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് NPR ഈക്വൽ ടു 840 140ഉം NCR ഈക്വൽ ടു 35 ഫൈൻഡ് ദ വാല്യൂ ഓഫ് R. R ന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കണത്. അതായത് NPR എന്ന് പറയുന്നത് NPR ഈക്വൽ ടു 840, NCR ഈക്വൽ ടു 35. അങ്ങനെയാണെങ്കിൽ R ന്റെ വാല്യൂ കാണണം. അത് നോക്കിയേ, NPRും NCRും ഇത് നമ്മൾ പഠിച്ചപ്പോൾ പെർമ്യൂട്ടേഷനും അതേപോലെ കോമ്പിനേഷനും നമ്മൾ പഠിച്ചപ്പോൾ ഇതിന്റെ ഇക്വേഷൻ പഠിച്ചപ്പോൾ പഠിച്ചൊരു റിലേഷൻ ആണ് എന്ത്? NPRന്റെ ഇക്വേഷൻ നമുക്കറിയാം അല്ലെ? NPRന്റെ ഇക്വേഷൻ എന്താണ്? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് r ഓൾ ഫാക്ടോറിയൽ എന്നാണ് അല്ലെ? അതേപോലെ തന്നെ NCR എന്നുള്ളതിന്റെ ഇക്വേഷൻ നമുക്കറിയാം n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഓൾ ഫാക്ടോറിയൽ എന്നാണ്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ശ്രദ്ധിച്ചേ, നോക്കിയേ, NCR ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഓൾ ഫാക്ടോറിയൽ. ദീ കിടക്കുന്നത് ഇത്രയും വാല്യൂ എന്ന് പറയണത് എന്തിന് ഈക്വൽ ആണ്? n ഫാക്ടോറിയൽ ബൈ n മൈനസ് r ഓൾ ഫാക്ടോറിയൽ എന്നല്ലേ? അതെന്തന്നെയല്ലേ ഇവിടെ ഈ മുകളിൽ കിടക്കുന്ന ഇക്വേഷൻ? അതെന്തിന് ഈക്വൽ ആണ്? NPRന് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ NCR ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? 1/r ഫാക്ടോറിയൽ ഇൻറ്റു NPR എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ? അതായത് കോമ്പിനേഷൻ NCR ഈക്വൽ ടു എന്താണ്? 1/r ഫാക്ടോറിയൽ ഇൻറ്റു പെർമ്യൂട്ടേഷന് ഈക്വൽ ആണ് r ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. ഇതിൽ നിന്നാണ് നമുക്ക് എന്ത് കണ്ടത്? R ന്റെ വാല്യൂ കണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോ കിട്ടിയ എന്താണ്? NCR ഈക്വൽ ടു 1/r ഫാക്ടോറിയൽ ഇൻറ്റു NPR എന്ന് കിട്ടി. NCRന്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. NCR എന്ന് പറയുന്നത് എത്രയാണ്? 35 ആണ്. ഈക്വൽ ടു 1/r ഫാക്ടോറിയൽ ഇൻറ്റു NPR എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ എത്രയാണ്? 840 എന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ
ഈ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയലിൽ ഞാൻ എന്ത് ചെയ്തു, നമുക്ക് ആറിന്റെ വാല്യൂ കാണേണ്ടത്. അപ്പൊ ആറിന്റെ വാല്യൂ ഇവിടെ ഡിവിഷൻ ആയിട്ടാണ് കിടക്കുന്നത്. അതിന് എന്ത് ചെയ്യാം, അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. അപ്പൊ അത് 35. ആർ ഫാക്ടോറിയലിൽ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ അത് ഡിവിഷൻ ആയിരുന്നു. അത് ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നപ്പോ മൾട്ടിപ്ലിക്കേഷൻ ആയി. ഈക്വൽ ടു ഈ സൈഡിൽ നിന്ന് അത് പോയി. ബാക്കി എത്ര മാത്രം, 1 into 840 ആണ്. അത് 840 തന്നെ കിട്ടും. ഇനി ആർ ഫാക്ടോറിയൽ കാണണം. ആർ ഫാക്ടോറിയലിന് അവിടെ നിർത്താം. ബാക്കി 840 into 35 ആൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ അതെന്താകും, ഡിവൈഡഡ് ബൈ 35 എന്നാകും. ആർ ഫാക്ടോറിയൽ ഈക്വൽ ടു 840/35 എന്ന് പറയുന്നത് എത്രയാണ് ആൻസർ, 24 ആണ്. അതായത് ആറിന്റെ ഫാക്ടോറിയലിന്റെ വാല്യൂ എത്ര എന്ന് കിട്ടി, 24 എന്ന് കിട്ടി അല്ലെ. അതായത് ഏതോ ഒരു നമ്പറിന്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കുമ്പോഴാണ് എന്ത് 24 എന്ന് കിട്ടുന്നത്. ഏത് നമ്പറിന്റെ ഫാക്ടോറിയൽ ആണ് 24? അതായത് 4 ഫാക്ടോറിയൽ എന്ന് പറയുന്നതാണ് എന്ത്, 24. അപ്പൊ ആറിന്റെ വാല്യൂ ഇവിടെ എത്രയാണ്, ആ നമ്പർ ഏതാണ്, 4 ആണ്. 4ന്റെ ഫാക്ടോറിയൽ ആണ് 24. അപ്പൊ ആറിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 4 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് എന്ത് നമ്മളുടെ ചാപ്റ്ററിൽ ഉണ്ടായിരുന്നത്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ളത്. അപ്പൊ എന്ത് ചെയ്യുക, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുക. എന്നിട്ട് അതിനോടൊപ്പം തന്നെ ഇത്രയും ക്വസ്റ്റ്യൻസ് തന്നെ എന്ത് ചെയ്യുക, നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.